ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 7-ാം അധ്യായം. ശ്രീശുക ഉവാച. തേ നാഗരാജമാമന്ത്ര്യ ഫലഭാഗേന വാസുകീം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമബ്ധിം മുദാന്വിതാഃ ആരേഭിരേ സുസംയത്ത അമൃതാർത്ഥം കുരുദ്വഹ ഹരിപുരസ്താജഗൃഹേ പൂർവം ദേവാസ്തതോഭവൻ. ദേവന്മാരും അസുരന്മാരും കൂടി നാഗരാജനായ വാസുകിയോട് മദനം ചെയ്തു കിട്ടുന്ന അമൃതം അങ്ങയ്ക്കും പാനം ചെയ്യുവാൻ അനുവദിക്കാമെന്നുള്ള നിശ്ചയത്തിന്മേൽ മന്ദരപർവ്വതമാകുന്ന കടകോലിന്മേൽ കയറായിട്ടിരിക്കണമെന്ന് അപേക്ഷിച്ചത് സമ്മതിച്ചതിനാൽ ആ പർവ്വതത്തിൽ വാസുകിയെ കയറായിട്ടുപയോഗിച്ചു. സന്തോഷയുക്തന്മാരായി അമൃതത്തിനായിക്കൊണ്ട് സമുദ്രത്തെ മദനം ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാൻ ശ്രീഹരി ആദ്യം വാസുകിയുടെ മുഖഭാഗം പിടിച്ചപ്പോൾ ദേവന്മാരും ആ ഭാഗത്തു തന്നെ ചേർന്ന് പിടിച്ചു വലിപ്പാൻ ഭാവിച്ചു. തന്നൈച്ഛൻ ദൈത്യപദയോ മഹാപുരുഷചേഷ്ടിതം നഗൃഹ്ണീമോ വയം പുച്ഛം അഹേരംഗമമംഗളം സ്വാധ്യായ ശ്രുതസമ്പന്നാഃ പ്രഖ്യാതാ ജന്മകർമ്മഭിഃ ഇതി തൂഷ്ണീം സ്ഥിതാൻ ദൈത്യാൻ വിലോക്യ പുരുഷോത്തമഃ. വാസുകിയുടെ മുഖഭാഗത്തെ ഭഗവാനും ദേവന്മാരും ആദ്യം ചെന്നു പിടിച്ച ആ പ്രവൃത്തി അസുരാധിപന്മാർ അനുവദിച്ചില്ല. ജന്മകർമ്മങ്ങളാൽ സുപ്രസിദ്ധരും വേദാധ്യയനം, ശാസ്ത്രപാഠം എന്നിവയാൽ പരിശുദ്ധന്മാരുമായ ഞങ്ങൾ സർപ്പത്തിൻ്റെ അമംഗളകരമായ പുച്ഛം പിടിക്കുകയില്ല എന്നു പറഞ്ഞ് മൗനമായി നിൽക്കുന്നത് ഭഗവാൻ നോക്കി. സ്മയമാനോ വിസൃജ്യാഗ്രം പുച്ഛം ജഗ്രാഹസാമരഃ കൃതസ്ഥാനവിഭാഗാസ്ത ഏവം കശ്യപനന്ദനാഃ. ഭഗവാൻ അസുരന്മാരെ നോക്കി പുഞ്ചിരി ചെയ്തു. വാസുകിയുടെ മുഖഭാഗത്തെ വേഗം വിട്ടു. ദേവന്മാരോടുകൂടി ചേർന്ന് പുച്ഛം ഗ്രഹിച്ചു. ഇപ്രകാരം കശ്യപപുത്രന്മാരായ ദേവന്മാരും അസുരന്മാരും ഇന്നിന്ന ഭാഗം ഇന്നിന്നവർ വലിക്കുക എന്ന് നിശ്ചയം ചെയ്തു. മമന്തു പരമായത്ത അമൃതാർത്ഥം പയോനിധിം മധ്യമാനേർണവേ സോദ്രീ അനാധാരോ ഹ്യവോ വിശദ്. എല്ലാവരും അത്യുത്സാഹികളായിട്ട് അമൃതലാഭത്തിനായി സമുദ്രം മദനം ചെയ്തു. അപ്രകാരം മദനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ ആസ്പദമില്ലാതിരിക്കുന്നത് കൊണ്ട് പർവ്വതം വെള്ളത്തിൽ താണുപോയി. ദ്രിയമാണോ ബിബലിബിർ ഗൗരവാത് പാണ്ഡുനന്ദന തേ സുനിർവിണ്ണ മനസഃ പരിമ്ലാനമുഖശ്രിയഃ ആസൻ സ്വപൗരുഷേ നഷ്ടേ ദൈവേനാദിബലീയസ. ഹേ പാണ്ഡുപുത്ര, മഹാബലശാലികളായ അവർ ബലമായി പിടിച്ചിരുന്നുവെങ്കിലും കനം അധികമുണ്ടായിരുന്നതുകൊണ്ട് പർവ്വതം വെള്ളത്തിൽ താണുപോയി. തടുക്കാൻ കഴിയാത്ത ദൈവശക്തി നിമിത്തം തങ്ങളുടെ പരിശ്രമം വിഫലമായി കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ അസഹ്യമായ ദുഃഖമുണ്ടായി. മുഖശോഭ തീരെ ഇല്ലാതെയുമായി. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ വിദധാഭിസന്ധിഃ കൃത്വാ വപു കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. സത്യസങ്കൽപ്പനും അപാര വീര്യവാനുമായ ഈശ്വരൻ അപ്പോൾ നേരിട്ട് വിഘ്നേശകൃത വിഘ്നത്തെ നോക്കിയിട്ട് അത്യന്ത വിപുലവും ആശ്ചര്യജനകവുമായ ആമയുടെ സ്വരൂപം സ്വീകരിച്ച് ജലത്തിൽ പ്രവേശിച്ച് ഗിരിയെ ഉയർത്തി. കാര്യാരംഭത്തിൽ വിഘ്നേശ്വര പൂജാവിധിയെ നിർവഹിക്കാത്തതിൻ്റെ ബലമാണിതെന്ന് നിശ്ചയിച്ച് അതിനു വേണ്ടുന്ന പരിഹാരം ചെയ്ത ശേഷം നേരിട്ട് വിഘ്നത്തെ സന്തരണം ചെയ്തു. കാര്യാരംഭത്തിൽ വിഘ്നേശ്വര പൂജ ചെയ്യുകയാണെന്ന ലൗകിക സദാചാര സ്ഥാപനം അനുഷ്ഠിച്ചുവെന്ന് ഇതിനർത്ഥമുള്ളൂ. സമുത്തിതം വീക്ഷ്യ കുലാചലം പുനഃ സമുത്തിതാ നിർമ്മതിതും സുരാസുരാഃ ദദാര പൃഷ്ടേന സലേക്ഷയോജന പ്രസ്താരിണാത് ദ്വീപ ഇവാപരോ മഹാൻ. കൂർമ്മസ്വരൂപനായ ശ്രീഹരിയാൽ ഉയർത്തപ്പെട്ട കുലപർവ്വതത്തെ കണ്ട ഉടനെ ദേവന്മാരും അസുരന്മാരും രണ്ടാമതും മദനം ചെയ്യാൻ ഒരുങ്ങി. രണ്ടാമതായ ഒരു ജംബുദ്വീപമോ എന്ന് തോന്നുമാറ് അത്ര വമ്പിച്ച സ്വരൂപത്തോടുകൂടിയ ആ കൂർമ്മമൂർത്തി 1,00,000 യോജന വിസ്താരമുള്ള തൻ്റെ പൃഷ്ഠം കൊണ്ട് ആ പർവ്വതത്തെ വഹിച്ചു. സുരാസുരേന്ദ്രേർ ഭുജവീര്യവേബിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ ബിഭ്രത്തതാവർത്തനമാദികച്ഛവോ മേനേംഗ കണ്ടൂയനമപ്രമേയഃ. ആകൃതി കൊണ്ടും ബലം കൊണ്ടും എത്രത്തോളമുണ്ടെന്ന് പരിച്ഛേദിപ്പാൻ കഴിയാത്ത വിധം അത്ര വലിപ്പമുള്ള ആദി കച്ഛപ സ്വരൂപനായ ഭഗവാൻ ദേവന്മാരും അസുരന്മാരും ഒത്തൊരുമിച്ച് പരാക്രമത്തോടുകൂടി
കൈകൾ കൊണ്ട് വലിച്ചു ചലിപ്പിക്കുന്ന മന്ദരഗിരിയെ പൃഷ്ഠഭാഗം കൊണ്ട് വഹിക്കുന്ന സമയത്ത്, ഹേ പൂജ്യനായ രാജാവേ, അതിൻ്റെ പരിഭ്രമണത്തെ പൃഷ്ഠഭാഗത്തെ ചൊറിയുന്ന സമയത്തുണ്ടാകുന്ന സുഖമായിട്ട് ഗണിച്ചു. തഥാസുരാനാ വിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ ഉദ്ദീപയൻ ദേവഗണാംശ്ച വിഷ്ണുർദൈവേന നാഗേന്ദ്രമബോധരൂപഃ. അപ്രകാരം മദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസുരന്മാരും ദേവന്മാരും വാസുകിയും ക്ഷീണിച്ചിരിക്കുന്നതായി കണ്ട ഭഗവാൻ ശ്രീ വിഷ്ണു അസുരസ്വരൂപത്തോടുകൂടി അസുരന്മാരിലും ദേവസ്വരൂപത്തോടുകൂടി ദേവന്മാരിലും നിദ്രാസ്വരൂപത്തോടുകൂടി വാസുകിയിലും പ്രവേശിച്ചിട്ട് അവരുടെ വീര്യബലങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ആകർഷണം നിമിത്തമുണ്ടാകുന്ന ശരീരപീഡ അറിയാതെയാക്കുകയും ചെയ്തു. ദൈവം, ആസുരം, നിദ്ര എന്ന സകല ഭാവങ്ങളും ഭഗവത് ശക്തികാര്യങ്ങളാണെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഉപര്യകേന്ദ്രം ഗിരിരാടിവാന്യ ആക്രമ്യ ഹസ്തേന സഹസ്രബാഹുഃ തസ്തൗതി വിബ്രഹ്മ ഭവേന്ദ്രമുഖ്യൈരഭിഷ്ടുവദ്ഭിः സുമനോഭിവൃഷ്ടഃ. പർവ്വതത്തിൻ്റെ ശിരോഭാഗം നിലയ്ക്കു നിൽക്കാതെ ചലിക്കുന്നത് കണ്ടിട്ട് 1000 കൈകളോടുകൂടിയ വിശ്വമൂർത്തിയായ ശ്രീഹരി മറ്റൊരു പർവ്വതം പോലെ വമ്പിച്ച സ്വരൂപത്തോടെ പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തിൽ പ്രവേശിച്ച് ഒരു കൈകൊണ്ട് പർവ്വത ശിരസ്സു പിടിച്ചു നിലക്കി നിർത്തി അവിടെ തന്നെയിരുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം കണ്ട ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ മുതലായവർ സ്തോത്രം ചെയ്തു. പുഷ്പവർഷങ്ങൾ കൊണ്ട് ഭഗവാന്റെ ശരീരത്തെ ആച്ഛാദനം ചെയ്തു. ഉപര്യതശ്ചാത്മനി ഗോത്രനേത്രയോഃ പരേണ തേ പ്രാവിശദാ സമേദിതാഃ മമന്ദുരബ്ധീം തരസാത്മദോത്കട മഹാധൃണക്ഷോഭിതനക്രചക്രം. പർവ്വതശിരസിൽ 1000 കൈകളുള്ള മഹാവിപുല സ്വരൂപത്തോടും സമുദ്രാന്തർഭാഗത്തിൽ ആമയുടെ രൂപത്തോടും ദേവാസുരന്മാരുടെ അന്തർഭാഗത്തിൽ ദേവാസുരഭാവത്തോടും പർവ്വതത്തിൽ ദാർഢ്യസ്വരൂപത്തോടും വാസുകിയിൽ അബോധഭാവത്തോടും കൂടി പ്രവേശിച്ചിരിക്കുന്ന പരമാത്മാവ് നിമിത്തം ഉത്കട ബലശാലികളായി ഭവിച്ച ദേവാസുരന്മാർ അത്യുത്സാഹത്തോടുകൂടി ബലിഷ്ഠമായ പർവ്വതം കൊണ്ട് ശക്തിയോടെ സമുദ്രം മദനം ചെയ്തപ്പോൾ അന്തർഭാഗത്തിലുള്ള നക്രാദി ജന്തുക്കൾ അത്യന്തം ക്ഷോഭിച്ചു. അഹീന്ദ്രസാഹസ്ര കഠോര ദൃങ്മുഖ ശ്വാസാഗ്നിധൂമാഹതവർച്ചസോസുരാഹ പൗലോമകാലേയ ബലീല്വലാദയോ ദവാഗ്നിദഗ്ധ സരളായിവാ ഭവൻ. വാസുകിയുടെ അപരിമിതങ്ങളും കഠോരങ്ങളുമായ നേത്രങ്ങൾ, മുഖങ്ങൾ, നിശ്വാസവായുക്കൾ ഇവയിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയാലും ധൂമത്താലും നശിപ്പിക്കപ്പെട്ട വീര്യപരാക്രമ തേജസ്സുകളോടുകൂടിയ പൗലോമന്മാർ, കാലകേയന്മാർ, ബലികളായ ഇല്വലന്മാർ മുതലായ അസുരന്മാർ കാട്ടിൽ വ്യാപരിച്ചിരിക്കുന്ന അഗ്നിജ്വാലകൾ കൊണ്ട് വാടിയിരിക്കുന്ന സരള വൃക്ഷങ്ങളെന്ന പോലെ തളർന്നു പരവശന്മാരായി ഭവിച്ചു. ദേവാംശ്ച തച്ഛ്വാസശിഖാഹതപ്രഭാൻ ധൂമ്രാംബരസ്രഗ്വരകഞ്ചുകാനനാൻ സമഭ്യവർഷൻ ഭഗവദ്വശാഘന സമുദ്രോർമുപകൂടവായവഃ. വാസുകിയുടെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന ശ്വാസജ്വാലകളുടെ വ്യാപ്തിയാൽ പ്രഭ കുറഞ്ഞും വസ്ത്രങ്ങൾ, മാലകൾ, കുപ്പായങ്ങൾ, മുഖങ്ങൾ ഇവയിൽ പുകയുടെ സമ്പർക്കം നിമിത്തം ധൂമ്രവർണ്ണങ്ങളുമായിരിക്കുന്ന ദേവന്മാരുടെ മേൽ ഭഗവാന്റെ ഇച്ഛ നിമിത്തം മേഘങ്ങൾ വർഷിച്ചു. സമുദ്രത്തിലെ തിരമാലകളിൽ തട്ടിവരുന്ന കാറ്റുകൾ അവരുടെ മീതെ വീശി തളർച്ച തീർത്തു. മധ്യമാനാത് തഥാ സിന്ധോർ ദേവാസുരവരൂതവൈഹി യഥാ സുധാന ജായേത നിർമ്മമന്ദാജിത സ്വയം. ദേവന്മാരും അസുരന്മാരും അവരിൽ പ്രധാനികളും കൂടി ചേർന്ന് മദനം ചെയ്തിട്ടും അമൃതം പുറപ്പെടാത്തത് ആലോചിച്ചിട്ട് ഭഗവാൻ തന്നെ ശക്തിയോടെ മദനം ചെയ്തു. മേഘശ്യാമ കനകപരിധിഹി കർണവിദ്യോദ്യവിദ്യുൻ മൂർധനി ഭ്രാജദ്വിലളിതകജശ്രദ്ധരോ രക്തനേത്രഃ ജൈത്രേദ്ദോർഭിർജഗദഭയതൈർദന്തശൂകം ഗൃഹീത്വാ മഗ്നന്മഗ്ന പ്രതിഗിരീരിവ ശോഭദാദോ ധൃതാദ്രിഹി. സമുദ്രമദനം ചെയ്യുന്ന ഭഗവാനെ വർണ്ണിക്കുകയാണ്. മേഘം പോലെ ശ്യാമള നിറവും സ്വർണ്ണ നിറമുള്ള മഞ്ഞപ്പെട്ടും കർണങ്ങളിൽ മിന്നൽ പോലെ തിളങ്ങുന്ന മകരകുണ്ടലങ്ങളും ശിരസിൽ മദനശ്രമം നിമിത്തം ചിന്നിച്ചിതറിക്കിടക്കുന്ന ഭംഗിയുള്ള തലമുടികളും മാറിടത്തിൽ വനമാലിയും രക്തനിറമായ നേത്രങ്ങളുമുള്ള ശ്രീഹരി സർവത്ര ജയാവഹങ്ങളും ലോകത്തിന് അഭയപ്രദങ്ങളുമായ 4 കൈകൾ കൊണ്ട് വാസുകിയെ പിടിച്ച് മന്ദരഗിരിയാകുന്ന കടകോൽ കൊണ്ട് സമുദ്രമദനം ചെയ്യുമ്പോൾ രണ്ടാമതൊരു പർവ്വതം പോലെ ശോഭിച്ചു. ശ്യാമള വർണ്ണത്വാദി ഗുണങ്ങൾ പർവ്വതത്തിനും ഉള്ളതുകൊണ്ട് പർവ്വത സാദൃശ്യം ഭഗവാനുണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. നിർബധ്യമാനാദുതേരഭൂദ്യുഷം
മഹോൽബണം ഹാലഹലാഹ്വമഗ്രതഃ സംഭ്രാന്തമീനോന്മകരാഹിവ കച്ചവാത് തിമിദ്ദിവഗ്രാഹ തിമിംഗലാകുലാത്. അതിശക്തിയോടുകൂടി മതിക്കപ്പെട്ടതിനാൽ അന്തർഭാഗത്തിലുള്ള മത്സ്യങ്ങൾ, മകരമത്സ്യങ്ങൾ, സർപ്പങ്ങൾ, ആമകൾ, തിമികൾ, ജലത്തിലുമുള്ള ആനകൾ, മുതലകൾ, തിമികളെ വിഴുങ്ങുന്ന പ്രാണിവിശേഷങ്ങളായ തിമിംഗലങ്ങൾ എന്നിവയാൽ കലങ്ങിമറിഞ്ഞിരിക്കുന്ന സമുദ്രത്തിൽ നിന്ന് അതിഭയങ്കരമായ ഹാലഹലം എന്നു പേരുള്ള ഒരു വിധം വിഷം ആദ്യമായി ഉത്ഭവിച്ചു. തദുഗ്രവേഗം ദിശി ദിശുപര്യതോ വിസർപ്പദുസർപ്പദ സഹ്യമപ്രതി ഭീതാ പ്രജാ ദുദ്രുവൂരംഗശുസേശ്വര അരക്ഷ്യമാണ ശരണം സദാശിവം. അതിശക്തിയോടുകൂടി സർവ്വദിക്കുകളിലും മേലും കീഴും വ്യാപിക്കുന്നതും അസഹ്യവും പ്രതിവിധി ഇല്ലാതിരിക്കുന്നതുമായ ആ വിഷത്തെ കണ്ട് ദിഗ്ബാലസഹിതരായ സകല പ്രജകളും ഭയപ്പെട്ടു. ഒരു ദിക്കിൽ നിന്നും രക്ഷയില്ലെന്ന് കണ്ടതിനാൽ സദാശിവനെ ശരണം പ്രാപിച്ചു. വിലോക്യ തം ദേവവരം ത്രിലോക്യ ഭവായ ദേവ്യാഭിമതം മുനീനാം ആസീനമദ്രാവപവർഗഹേദോ സ്തപോജുഷാണം സ്തുതിഭിപ്രണേമുഹു. ത്രിലോകിയുടെ അഭിവൃദ്ധിയെ സങ്കല്പിച്ചും കൊണ്ട് പാർവതീദേവിയോടും കൂടി കൈലാസപർവ്വതത്തിൽ വസിക്കുന്നുവെങ്കിലും മുനിമാർക്ക് മോക്ഷസാധനമായിരിക്കുന്നതും സമ്മതവുമായ തപസ് അനുഷ്ഠിച്ചും കൊണ്ട് തപസ്സമ്പ്രദായത്തെ അവരെ അഭ്യസിപ്പിക്കുന്നവനും ദേവോത്തമനുമായ ശിവനെ കണ്ട് സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. പ്രജാപതയ ഊജുഹു ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവനഃ ത്രാഹിന ശരണാപന്നാം സ്ത്രൈലോക്യദഹനാത് വിഷാദ്. പ്രജാപതികൾ സ്തുതിച്ചു, ഹേ ദേവദേവ, ഹേ മഹാദേവ, ഹേ ഭൂതാത്മകനും ഭൂതരക്ഷകനുമായുള്ളോനെ, ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ 3 ലോകങ്ങളെയും ദഹിപ്പിക്കുന്ന വിഷത്തിൽ നിന്ന് രക്ഷിക്കണമേ. ത്വമേവ സർവജഗത ഈശ്വരോ ബന്ധമോക്ഷയോഹോ തം ത്വാമർച്ചന്തി കുശലാഹ പ്രപന്നാർത്തിഹരം ഗുരും. സകല ലോകങ്ങളിലുള്ളവർക്കും ജനനമരണ രൂപമായ ബന്ധവും അതിൽ നിന്നുള്ള മോക്ഷവും നൽകുന്ന സർവേശ്വരൻ അങ്ങ് ഏകൻ തന്നെ. അങ്ങയെ ഭജിക്കാത്തവർക്ക് ബന്ധത്തെയും ഭജിക്കുന്നവർക്ക് ഉപായത്തെ ഉപദേശിച്ച് സംസാര ദുഃഖത്തെ തീർത്ത് മോക്ഷത്തെയും നൽകുന്ന പരമഗുരുവായ ആ അങ്ങയുടെ മഹിമയെ അറിയുന്ന കുശലന്മാർ അങ്ങയെ തന്നെ പൂജിക്കുന്നു. ഗുണമയ്യ സ്വശക്യാസ്യ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ദത്സേയദാ സ്വദൃക് ഭൂമൻ ബ്രഹ്മവിഷ്ണു ശിവാഭിധാം. ഹേ വിഭോ, ഹേ ഭൂമൻ, തന്നെത്താൻ കണ്ടുകൊണ്ടിരിക്കുന്ന സർവേശ്വരനായ അങ്ങ് ഈ ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ സത്വരജസ്തമോ ഗുണപ്രധാനയായിരിക്കുന്ന അങ്ങയുടെ മായാശക്തിയെ സ്വേച്ഛയാ അംഗീകരിച്ചിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ള നാമധേയങ്ങളെയും മൂർത്തിഭേദങ്ങളെയും ഏകനായി തന്നെ ധരിക്കുന്നു. കാര്യാർത്ഥം മൂർത്തിഭേദങ്ങൾ ധരിക്കുന്നുവെങ്കിലും പരമാർത്ഥത്തിൽ അങ്ങ് ഏകനല്ലാതെ അന്യനായ ഈശ്വരനില്ല. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സത്സദ്ഭാവഭാവനഃ നാനാശക്തിഭിരാപാദസ്ത്വമാത്മാ ജഗദീശ്വരഃ. സർവവേദങ്ങളുടെ താത്പര്യമായിരിക്കുന്ന സർവോത്കൃഷ്ട ബ്രഹ്മം അങ്ങാകുന്നു. ഉത്കൃഷ്ട നികൃഷ്ടഭാവങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേവമനുഷ്യ തിരികാദി ജീവജാലങ്ങളെ ഉദ്ഭവിപ്പിക്കുന്ന ജഗദീശ്വരനായ അങ്ങ് ഏകൻ തന്നെ നാനാശക്തികളെ ആശ്രയിച്ച് നാനാസ്വരൂപനായിട്ട് വിളങ്ങുന്നു. ലോകങ്ങളുടെ നിമിത്തകാരണവും ഉപാദാനകാരണവും ഏകനായ അങ്ങ് തന്നെ. ത്വം ശബ്ദയോ നിർജഗദാതിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യഗുണസ്വഭാവഃ കാലക്രതു സത്യമൃതം ച ധർമ്മസ്ത്വയ്യക്ഷരം യത് ത്രിവൃതാമനന്തി. ഹേ ഭഗവൻ, അങ്ങ് ശബ്ദാത്മകമായ വേദത്തിൻ്റെ ഉത്പത്തി സ്ഥാനമാകുന്നു. അതുകൊണ്ട് അങ്ങയുടെ സ്വരൂപം തന്നെ ജ്ഞാനമാണെന്ന് സിദ്ധിക്കുന്നു. ജഗത്തിൻ്റെ ആദിയായ മഹത്തത്വവും പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന ഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന രാജസാദി ഗുണസ്വഭാവത്തോടുകൂടിയ അഹങ്കാരവും സങ്കല്പാത്മകമായ ക്രതുവും സമദർശനാത്മകമായ സത്യവും യഥാർത്ഥ ഭാഷണമായ ഋതവും യത്നാദി സ്വരൂപമായ ധർമ്മവും അങ്ങ് ഏകൻ തന്നെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ത്രിഗുണാത്മകമായ പ്രധാനം അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അഗ്നിർമുഖം തേ കില ദേവതാത്മാ ക്ഷിതിം വിദുർലോക ഭവാംഘ്രി പങ്കജം കാലം ഗതിം തേ കില ദേവതാത്മനോ ദിശശ്ച കർണൗ രസനം ജലേശയം. സകല ദേവതാസ്വരൂപനായ അഗ്നി അങ്ങയുടെ മുഖമാകുന്നു. ഹേ ലോകങ്ങളുടെ ഉത്പത്തിസ്ഥാനഭൂതനായുള്ളോനെ, അങ്ങയുടെ പാദപത്മം ഭൂമിയാകുന്നു. സകല ദേവസ്വരൂപനായ അങ്ങയുടെ ഗതിയെ കാലമെന്നും കർണങ്ങളെ ദിക്കുകളെന്നും
ജിഹ്വയെ വരുണനെന്നും പറയുന്നു. നാഭിർനഭസ്തേ ശ്വസനം നഭസ്വാൻ സൂര്യശ്ച ചക്ഷുംഷി ജലം സ്മരേതഃ പരാവരാത്മാശ്രയണം തവാത്മാ സോമോ മനോദ്യൗർ ഭഗവൻ ചിരസ്തേ. ഹേ ഭഗവൻ, അങ്ങയുടെ നാഭിസ്ഥലം ആകാശം, ഉച്ഛ്വാസ നിശ്വാസ രൂപമായ ശ്വാസം വായു, നേത്രങ്ങൾ സൂര്യൻ, അഹങ്കാരം ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാർക്കും തിര്യകാദികളായ നികൃഷ്ടാത്മാക്കൾക്കും ആശ്രയം, രേതസ് ജലം, ശിരസ് സ്വർഗലോകം. കുക്ഷിസമുദ്ര ഗിരയോസ്തി സംഗ രോമാണി സർവൗഷധി വീരുദസ്തേ ചന്ദാംസി സാക്ഷാത് തവ സപ്തദാതവസ്ത്രയീമയാത്മൻ ഹൃദയം സർവധർമ്മഃ. ഹേ വേദമൂർത്തെ, അങ്ങയുടെ കുക്ഷിസ്ഥാനം സമുദ്രങ്ങൾ, അസ്ഥി സമുദായങ്ങൾ പർവ്വതങ്ങൾ, രോമങ്ങൾ സകല ഔഷധ ചെടികൾ, അങ്ങയുടെ സപ്തധാതുക്കൾ ഗായത്രിയാദികളായ യഥാർത്ഥ ഛന്ദസ്സുകൾ, ഹൃദയം വേദപ്രസിദ്ധമായിരിക്കുന്ന സർവധർമ്മവും. മുഖാനി പഞ്ചോപനിഷദസ്തവേശ യൈസ്ത്രിംശദഷ്ടോത്തരമന്ത്രവർഗഃ യത്തച്ഛിവാക്യം പരമാർത്ഥതത്വം ദേവസ്വയം ജ്യോതിരവസ്ഥിതിസ്തേ. ഹേ ഈശ്വര, അങ്ങയുടെ 5 മുഖങ്ങളുടെ വ്യാപാരങ്ങൾ തത്പുരുഷൻ, അഘോരൻ, സദ്യോജാതൻ, വാമദേവൻ, ഈശാനൻ എന്നു പേരായ 5 അനുവാചകങ്ങളെന്നു പറയപ്പെടുന്ന മന്ത്രങ്ങളാകുന്നു. ആ മന്ത്രങ്ങളുടെ പദഛേദങ്ങളിൽ നിന്നുണ്ടാകുന്നതാകുന്നു 38 മന്ത്രകലകൾ. ഏതുകാലത്തും നശിക്കാത്തതും സ്വയമേവ പ്രകാശിക്കുന്നതും ആനന്ദസ്വരൂപവും ശിവം എന്ന പേരോടു കൂടിയതുമായ തത്വം യാതൊന്നോ അത് അങ്ങയുടെ ഉപരതാവസ്ഥ ആകുന്നു, അങ്ങയുടെ യോഗനിദ്രാസ്ഥിതിയാകുന്നു. ഛായാ സ്വധർമ്മോർമിഷു വിസർഗോ നേത്രത്രയം സത്വരജസ്തമാംസി സാങ്ക്യാത്മനഃശാസ്ത്രകൃതസ്തവേക്ഷ ഛന്ദോമയോ ദേവ ഋഷിപുരാണഃ. ഹേ ദേവ, അധർമ്മത്തിൻ്റെ തിരമാലാസ്ഥാനീയങ്ങളായ ലോപാദി ദോഷവൃത്തികൾ അങ്ങയുടെ ഛായയാകുന്നു. യാതൊരു ഗുണങ്ങളോ സൃഷ്ടിസ്ഥിതി സംഹാര കാരണങ്ങൾ ആ സത്വരജസ്തമോ ഗുണങ്ങൾ അങ്ങയുടെ 3 നേത്രങ്ങളാകുന്നു. ജ്ഞാനസ്വരൂപനും ശാസ്ത്രകർത്താവുമായ അങ്ങയുടെ കടാക്ഷം അനേകം ഛന്ദസ്സുകളോടുകൂടിയ അനാദിവേദമാകുന്നു. നദേ ഗിരിത്രാഖിലലോകപാല വിരിഞ്ച വൈകുണ്ഠ സുരേന്ദ്രഗമ്യം ജ്യോതിപരം യത്ര രജസ്തമശ്ച സത്വം നയത് ബ്രഹ്മ നിരസ്തഭേദം. അല്ലയോ പരമേശ്വര, സത്വരജസ്തമോ ഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നതിനാൽ യാതൊരുവിധ ഭേദവുമില്ലാതെ നിർവികാരവും ജ്യോതിസ്വരൂപവും സർവവ്യാപകവുമായ അങ്ങയുടെ ബ്രഹ്മസ്വരൂപം യാതൊന്നോ അതിനെ അഖില ലോകപാലന്മാർക്കും ബ്രഹ്മാവിനും വൈകുണ്ഠനും പ്രാപിപ്പാൻ കഴിയുന്നതല്ല. കാമാധ്വരത്രിപുരകാലഗരാദ്യനേകഭൂതദ്രുഹക്ഷഭയതസ്തുതയേന തത്തേ യസ്ത്വന്തകാല ഇദമാത്മകൃതം സ്വനേത്ര വന്നിസ്ഫുലിംഗശിഖയാ ഭസിതം ന വേദ. ഹേ ഭഗവൻ, അങ്ങ് ഭൂതദ്രോഹികളായ മന്മഥൻ, ദക്ഷൻ്റെ യാഗം, ത്രിപുരന്മാരെന്ന സുപ്രസിദ്ധന്മാരായ അസുരന്മാർ, യമൻ, കാളകൂട വിഷം എന്നിവയെ നശിപ്പിച്ചിരിക്കുന്നതായ മഹാകർമ്മങ്ങളൊക്കെയും അങ്ങയുടെ അപാരമഹിമയെ ആലോചിക്കുമ്പോൾ അത്യല്പങ്ങളാകയാൽ സ്തുതിപ്പാൻ തക്ക യോഗ്യങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തെ തന്നെ പ്രളയജലത്തിൽ അങ്ങയുടെ നേത്രാഗ്നിജ്വാല ഭസ്മമാക്കി തീർക്കുന്നതിനെ അങ്ങ് അറിയുന്നതുകൂടിയില്ല. അത്ര എളുപ്പത്തിൽ സകല ലോകങ്ങളെയും ഭസ്മമാക്കി തീർക്കാൻ ശക്തനായ അങ്ങയുടെ മേൽപ്പറഞ്ഞ കർമ്മങ്ങൾ എത്രയോ അല്പങ്ങൾ. യേ ത്വാത്മരാമഗുരുഭിർഹൃദി ചിന്തിതാംഘ്രി ദ്വന്ദ്വം ചരന്തമുമയാ തപസാഭിതപ്തം കഥന്ത ഉഗ്രപരുഷം നിരതം ശ്മശാനേ തേ നൂനമൂതിമവിധം സ്തവഹാദലജ്ജാഃ. ആത്മാനന്ദത്തിൽ നിമഗ്നന്മാരും ലോകത്തിന് ഹിതോപദേശം ചെയ്ത് അനുഗ്രഹിക്കുന്നവരുമായ മഹാത്മാക്കൾ അവരുടെ ഹൃദയപത്മത്തിൽ അങ്ങയുടെ പാദയുഗളത്തെ നിരന്തരം ധ്യാനിക്കുന്നു. മുനികളുടെ സമ്പ്രദായത്തെ ലോകത്തിൽ അനുഷ്ഠാനദ്വാര ഉറപ്പിക്കുവാനായി നിത്യവും അങ്ങ് തപസ്സിലേർപ്പെട്ടിരിക്കുന്നു. സർവത്ര സമഭാവനയെ ഭക്തന്മാർക്ക് ഉപദേശിപ്പാൻ വേണ്ടി അങ്ങ് ശ്മശാനത്തിൽ വസിക്കുന്നു. സ്വേച്ഛയാ പരാശക്തി സഹിതനായിട്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു. ഈ രഹസ്യത്തെ അറിയാതെ യാതൊരുത്തർ അങ്ങയെ പാർവതീദേവിയിൽ അത്യാസക്തനെന്നും ക്രൂരനും നാശകർത്താവും ശ്മശാനവാസിയുമാണെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നുവോ അവർ അങ്ങയുടെ ലീലാവിശേഷത്തെ അറിയാത്ത മൂർഖന്മാരും ലജ്ജയില്ലാത്തവരുമാണെന്നതിൽ സംശയമില്ല. തത്തസ്യതേ സദസദോ പരത പരസ്യ ജ്ഞാനസ്വരൂപഗമനേ പ്രഭവന്തി ഭൂമ്നഃ
ബ്രഹ്മാദയക്കിമുദ സംസ്തവനേ വയം തു തത്സർഗസർഗവിഷയ അഭിശക്തി മാത്രം. നിന്ദിക്കുന്നവരുടെ അവസ്ഥയെപ്പറ്റി പറയണ്ട. മഹാന്മാരും കൂടി അങ്ങയുടെ പരമാർത്ഥ സ്ഥിതി അറിയുന്നില്ല. ആ സ്ഥിതിക്ക് ഞങ്ങൾ അറിയുന്നില്ലെന്ന് പ്രത്യേകം പറയണമോ? ലോകത്തിൽ കാര്യകാരണ രൂപങ്ങളായി കാണപ്പെടുന്ന സകലത്തിൻ്റെയും കാരണമായിരിക്കുന്ന പ്രധാനത്തിൻ്റെയും കാരണമായും സർവ്വവ്യാപിയുമായിരിക്കുന്ന ആ അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ അറിയുവാൻ ബ്രഹ്മാദികളായ ദേവന്മാർ കൂടി സമർത്ഥരല്ല. സ്വരൂപം തന്നെ അറിയാത്തവർ സ്തുതിക്കാൻ ശക്തന്മാരല്ലെന്ന് പറയണമോ? ഞങ്ങളാകട്ടെ ആ ബ്രഹ്മാദിദേവന്മാരുടെ സൃഷ്ടികളെന്നിരിക്കെ ഞങ്ങൾ അറിയുവാനും സ്തുതിക്കുവാനും ഒട്ടും സമർത്ഥരല്ലെന്ന് സിദ്ധമായിരിക്കയാൽ ഇവിടെ അങ്ങയുടെ മഹിമയെപ്പറ്റിയുള്ള അത്യല്പമായ അറിവിനെ അനുസരിച്ച് സ്തുതിച്ചുവെന്നു മാത്രമല്ലാതെ അങ്ങയുടെ തത്വം അറിയാൻ ഞങ്ങൾ ശക്തന്മാരല്ല നിശ്ചയം. ഏതത് പരം പ്രപശ്യാമോ ന പരം തേ മഹേശ്വര മൃഡനായ ഹി ലോകസ്യ വ്യക്തിസ്തേ വ്യക്തകർമ്മണഃ. ഹേ മഹേശ്വര, അറിയാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമായ കർമ്മത്തോടുകൂടിയ അങ്ങയുടെ ഈ സ്വരൂപത്തെ മാത്രം ഞങ്ങൾ അറിയുന്നു, പരമതത്വത്തെ ഞങ്ങൾ അറിയുന്നില്ല. ഇപ്രകാരം വ്യക്തമായ സ്വരൂപത്തെ അങ്ങ് അംഗീകരിച്ചിരിക്കുന്നത് ലോകത്തെ സംരക്ഷിക്കാനാണെന്നും ഞങ്ങൾ നിശ്ചയിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഞങ്ങളെ തപിപ്പിക്കുന്ന കാളകൂട വിഷത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ അങ്ങല്ലാതെ മറ്റൊരുവനില്ല. ശ്രീ ശുക ഉവാച. തദ്വീക്ഷ്യ വ്യസനം താസാം കൃപയാ വൃഷപീഡിതഃ സർവഭൂതസുഹൃദ്ദേവ ഇദമാഹ സതീം പ്രിയാം. ശ്രീ ശുകമുനി അരുളി ചെയ്തു. അവരുടെ അപ്പോഴത്തെ സങ്കടാവസ്ഥ കണ്ടതുകൊണ്ടുണ്ടായ കാരുണ്യത്താൽ ദുഃഖിതനും സർവപ്രാണിഹിത ചിന്തകനും സർവത്തിനും സമർത്ഥനുമായ പരമശിവൻ തൻ്റെ പ്രിയപത്നിയായ സതീദേവിയോട് ഇപ്രകാരം പറഞ്ഞു. ശിവ ഉവാച. അഹോബദ ഭവാന്യേത്തത് പ്രജാനാം പശ്യ വൈശസം ക്ഷീരോദമദനോദ്ഭൂതാത് കാളകൂടാദുപസ്ഥിതം. ശ്രീ ശിവൻ അരുളി ചെയ്തു. വിഷം പാനം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ ഭഗവാന്റെ മഹിമ തികച്ചുമറിയാതെ ദേവി മുടക്കുവാൻ ഭാവിക്കുമെന്ന് മുമ്പ് കൂട്ടി അറിഞ്ഞ ഭഗവാൻ ദേവിയുടെ സമ്മതിക്കായി കൊണ്ട് പറയുന്നു. ഹേ ഭവാനി, പാൽക്കടൽ മതിക്കുന്നതിൽ നിന്ന് ഉത്ഭവിച്ച കാളകൂട വിഷത്തിൽ നിന്ന് നമ്മുടെ പ്രജകൾക്ക് സംഭവിച്ചിരിക്കുന്ന ദുഃഖം നോക്കുക, എത്ര കഷ്ടമായിരിക്കുന്നു. ആസാം പ്രാണപരീപ്സൂനാം വിധേയമഭയം ഹിമേ ഏതാവാൻ ഹി പ്രഭോരർത്ഥോ യദ്ദീന പരിപാലനം. ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇവരുടെ രക്ഷ ഞാൻ ചെയ്യണം. നിശ്ചയം ദുഃഖിതന്മാരുടെ ദുഃഖം തീർത്തു രക്ഷിക്കുക എന്നത് മാത്രമാണ് പ്രഭുവിൻ്റെ കർത്തവ്യകർമ്മം. പ്രാണൈസ്വൈ പ്രാണിന പാന്തി സാധവക്ഷണഭംഗുരൈഹി ബദ്ധവൈരേഷു ഭൂതേഷു മോഹിതേഷ്വാത്മമായയാ. എന്നു മാത്രമല്ല, ഈശ്വരമായയാൽ മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾ സ്വശരീരത്തിൽ ഞാനെന്നും ധനാദികളിൽ എൻ്റേതെന്നുമുള്ള ഭാവം നിമിത്തം അന്യോന്യം മത്സരിച്ച് നശിപ്പിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരുണാശീലരായ സാധുക്കൾ പ്രാണൻ്റെ ക്ഷണഭംഗുരാവസ്ഥ അറിഞ്ഞവരായതുകൊണ്ട് സ്വപ്രാണങ്ങളെ ഉപേക്ഷിച്ചിട്ടും ദുഃഖിതരായ പ്രാണികളെ പരിപാലിക്കുന്നു. അതിനാൽ അവർ കീർത്തിമാന്മാരും പൂജ്യന്മാരുമായി ഭവിച്ചിരിക്കുന്നു. പുംസകൃപയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരിഹി പ്രീതേഹരൗ ഭഗവതി പ്രിയേഹം സചരാചരഃ തസ്മാദിദം ഗരം ഭുഞ്ചേ പ്രജാനാം സ്വസ്തിരസ്തു മേ. ഹേ ഭദ്രേ, പ്രാണികളുടെ നേരെ കാരുണ്യത്തോടു കൂടിയിരിക്കുന്ന പുരുഷൻ്റെ നേരെ സർവാത്മാവായ ശ്രീഹരി സന്തോഷിക്കുന്നു. സർവൈശ്വര്യപൂർണനായ ശ്രീഹരിയുടെ പ്രീതി ഉണ്ടാകുമ്പോൾ ചരാചരവർഗവും ഞാനും ആ പുരുഷനെക്കുറിച്ച് സന്തോഷിക്കുന്നു. കാരുണ്യം സർവോത്കൃഷ്ടമായ ഗുണമായതുകൊണ്ട് ഞാൻ ഈ വിഷം പാനം ചെയ്യുവാൻ ഭാവിക്കുന്നു. എന്നിൽ നിന്ന് പ്രജകൾക്ക് ജീവരക്ഷ ലഭിക്കട്ടെ. ശ്രീ ശുക ഉവാച. ഏവമാമന്ത്രേ ഭഗവാൻ ഭവാനീം വിശ്വഭാവനഃ തദ്വിഷം ജഗദ്ദുമാരേഭേ പ്രഭാവാജ്ഞാന്വമോദതാം. ശ്രീ ശുകമുനി അരുളി ചെയ്തു. ലോകരക്ഷ ചെയ്യാൻ ഒരുങ്ങിയ ഭഗവാൻ ഇപ്രകാരം ഭവാനിയോട് പറഞ്ഞിട്ട് ആ വിഷം ഭക്ഷിക്കാൻ ആരംഭിച്ചു. ഭഗവാന്റെ പ്രഭാവത്തെ അറിയുന്ന ദേവി അതിനെ അനുമോദിച്ചു. തദക്കരതളീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവനഃ. അനന്തരം സർവഭൂതങ്ങളെയും രക്ഷിക്കുന്ന മഹാദേവൻ സർവത്ര വ്യാപിക്കുന്ന ഹാലാഹലം എന്ന വിഷയം തൻ്റെ കൈത്തലത്തിൽ അടക്കി കരുണയോടുകൂടി ഭക്ഷിച്ചു. തസ്യാഭിദർശയാമാസ സൗവീര്യം ജലകൽമഷഃ
യച്ഛകാരകളെ നീലം തച്ഛസാധോർ വിഭൂഷണം. ജലത്തിൻ്റെ ദോഷാംശം മൂർത്തീഭവിച്ച ആ വിഷം പരമേശ്വരനിലും തൻ്റെ വീര്യത്തെ പ്രകാശിപ്പിച്ചു. എങ്ങനെയെന്നാൽ അത് ഈശ്വരൻ്റെ കണ്ഠത്തിൽ നീലവർണ്ണത്തെ ജനിപ്പിച്ചു. ജീവരാശികളെ അനുഗ്രഹിക്കാനായി വിഷപാനം ചെയ്തവൻ എന്നത് ഭക്തന്മാരെ ബോധിപ്പിക്കുന്ന ആ നീലനിറം ഭഗവാന് ഭൂഷണമായിട്ടു തന്നെ ഭവിച്ചു. തപ്യന്തേ ലോകതാപേന സാധവപ്രായശോ ജനാഃ പരമാരാധനം തദ്വി പുരുഷസ്യാഖിലാത്മനഃ. പ്രായേണ പരോപകാര തത്പരന്മാരായ ജനങ്ങൾ അന്യരുടെ ദുഃഖം കാണുമ്പോൾ അതിനെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന പ്രയത്നത്തിൽ ഏർപ്പെട്ട് തങ്ങളും ക്ലേശിക്കുന്നു. പരദുഃഖ പരിഹാര പരിശ്രമരൂപമായ അവരുടെ ആ കർമ്മം സർവ്വപ്രാണികളിലും ആത്മാവായിരിക്കുന്ന പുരുഷോത്തമൻ്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുന്ന പരമോത്കൃഷ്ടമായ പൂജയാകുന്നു നിശ്ചയം. നിശമ്യ കർമ്മ തച്ഛംഭോർദേവദേവസ്യ മീഡുഷഃ പ്രജാദാക്ഷായണീ ബ്രഹ്മ വൈകുണ്ഠശ്ച ശശംസിരേ. ഭക്തന്മാരുടെ അഭീഷ്ടത്തെ സാധിപ്പിക്കുന്ന പരമപൂജ്യനും ദേവദേവനുമായ ശ്രീശിവൻ ചെയ്ത വിഷപാനരൂപമായ ആ കർമ്മം കണ്ടിട്ട് പ്രജകളും ദക്ഷപുത്രിയായ സതീദേവിയും ബ്രഹ്മാവും ഭഗവാൻ ശ്രീനാരായണനും പ്രശംസിച്ചു. പ്രസ്കന്നം പിബത പാണേർ യത്കിഞ്ചിജ്ജഗൃഹുസ്മതത് വൃശ്ചികാഹി വിഷൗഷധ്യോ ദന്തശൂകാശ്ചയേ പരേ. ഭഗവാൻ വിഷപാനം ചെയ്യുന്ന സമയം കയ്യിൽ നിന്ന് താഴെ വീണ അല്പമായ ആ വിഷത്തെ തേളുകൾ, പാമ്പുകൾ, വിഷവീര്യമുള്ള ചെടികൾ, വിഷമുള്ള മറ്റു പ്രാണികൾ എന്നിവർ ഗ്രഹിച്ചു. ആ വിഷത്തിൻ്റെ സ്വീകാരം നിമിത്തമാണ് ലോകത്തിൽ അത്യന്തം വിഷവീര്യമുള്ള പ്രാണികളും ചെടികളും ഉണ്ടായത്. 7-ാമത്തെ അധ്യായം സമാപിച്ചു. 8-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.